എല്ലാവർക്കും ഓട്ടോടെക് ടീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ വരുന്ന സ്റ്റാർട്ടിംഗ് മോട്ടോറിൻ്റെ സോളിനോഡ് സ്വിച്ച് എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. സ്റ്റാർട്ടർ മോട്ടറിൻ്റെ സോളിനോഡ് സ്വിച്ചിന് 3 ടെസ്റ്റുകളാണ് നമ്മൾ സാധാരണ ചെയ്യുക. 1 പുള്ളിൻ ടെസ്റ്റ്, 2 ഹോൾഡിൻ ടെസ്റ്റ്, 3 റിട്ടേൺ ടെസ്റ്റ്. അപ്പോൾ ഈ 3 ടെസ്റ്റുകളും സോളിനോഡ് സ്വിച്ചിനുള്ളതാണ്. സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ബ്രഷ് അതുപോലെ തന്നെ ആർമേച്ചർ അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് വേറെ ടെസ്റ്റിംഗ് മെത്തേഡുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സോളിനോഡ് സ്വിച്ചിനെ മാത്രമാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ കാണിച്ചിരിക്കുന്നത് പുള്ളിൻ ടെസ്റ്റും ഹോൾഡിൻ ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റും നടത്തുന്നതിൻ്റെ ഒരു വയറിംഗ് ഡയഗ്രമാണ്. ഈ ഡയഗ്രത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് നടത്തുന്ന വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർട്ടിംഗ് മോട്ടോർ വാഹനത്തിൽ നിന്ന് അഴിച്ചെടുത്ത ശേഷം വർക്ക് ബെഞ്ചിൽ വയ്ക്കുക. അതിനുശേഷം എം ടെർമിനലിൻ്റെ നെറ്റ് നമ്മൾ അഴിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ എം ടെർമിനലിൽ നിന്നും മോട്ടറിലേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു കണക്ഷൻ കൂടി നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു 12 വോൾട്ട് പവർ സപ്ലൈ ഉള്ള ഒരു ബാറ്ററി ആവശ്യമാണ്. അതോടൊപ്പം നമുക്ക് 3 ലീഡ് വയർ കൂടി ആവശ്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ 2 ലീഡ് വയർ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ 2 ലീഡ് വയർ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ഒരു ലീഡ് വയർ നമ്മൾ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ബോഡിയായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ അടുത്ത നെഗറ്റീവ് ടെർമിനൽ നമ്മൾ എം ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക. അതായത് മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ആ നെറ്റ് അയച്ച ഭാഗത്ത് ഇത് കണക്ട് ചെയ്യുക. അതിനുശേഷം ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നുള്ള പവർ സപ്ലൈ നമ്മൾ എടുത്തിട്ട് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ സ്വിച്ചിങ് പോയിന്റിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്റ്റാർട്ടിംഗ് മോട്ടർ, നല്ലൊരു സോളിനോഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിനിയൻ നമുക്ക് പുറത്തേക്ക് ഇതുപോലെ തെറിച്ച് വരുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് തെറിച്ച് വരുന്നുണ്ട് എങ്കിൽ ആ ഒരു സോളിനോഡ് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ സോളിനോഡ് സ്വിച്ചിൻ്റെ 3 ടെസ്റ്റുകളാണ്: പുള്ളിൻ ടെസ്റ്റ്, ഹോൾഡിൻ ടെസ്റ്റ്, റിട്ടേൺ ടെസ്റ്റ്. ഇനി നമുക്ക് പുള്ളിൻ ടെസ്റ്റ് ചെയ്യാം. പുള്ളിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ കണക്ട് ചെയ്ത പോലെ തന്നെ ഒരു ടെർമിനൽ ബോഡിയിൽ ഒരു ടെർമിനൽ എമ്മിലും കൊടുക്കുക. അതിനുശേഷം പോസിറ്റീവ് സ്വിച്ച് ടെർമിനൽ കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ പിനിയൻ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളിൻ ഓക്കെയാണ്. ഇനി ഹോൾഡിൻ എന്ന് വെച്ചാൽ നമ്മൾ എം ടെർമിനലിലെ കണക്ഷൻ വിടിയിക്കുക. എം വിടിയിച്ച് കഴിയുമ്പോൾ അത് ഹോൾഡായി നിൽക്കുന്നുണ്ടെങ്കിൽ ഹോൾഡിൻ ടെസ്റ്റ് ഓക്കെയാണ്. ഇനി നമ്മൾ സ്വിച്ച് ടെർമിനലിൽ നിന്നും കണക്ഷൻ വിടിയിച്ചാൽ അത് റിട്ടേൺ പോകുന്നതിന് റിട്ടേൺ ടെസ്റ്റ് ഓക്കെയാണ്. അപ്പോൾ ഈ 3 ടെസ്റ്റുകളും നമ്മൾ നടത്തുന്നത് സോളിനോഡ് സ്വിച്ചിനാണ്. ഇനി നമ്മൾ ഇതുപോലെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇത് പുറത്തേക്ക് തള്ളി വരുന്നില്ല എന്നുണ്ടെങ്കിൽ സോളിനോഡ് സ്വിച്ചിൻ്റെ അതിൻ്റെ ഫോർക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആവാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടർ നമ്മൾ അഴിക്കേണ്ടതായിട്ട് വരും. സ്റ്റാർട്ടിംഗ് മോട്ടർ അഴിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഡ്രൈവ് ലിവർ എന്നാണ് നമ്മൾ പറയുന്നത്. ആ പിനിയനെ സോളിനോഡ് വെച്ച് തള്ളുന്ന ആ ഒരു ലിവറിൻ്റെ പേര് ഡ്രൈവ് ലിവർ എന്നാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻസ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ സോളിനോഡും ബോഡിയുമായിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ തിരിഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കവറും പിനിയൻ കവറുമായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സോളിനോഡ് സ്വിച്ചിൻ്റെ സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുക. 2 സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ബാക്ക് വശത്ത് വരുന്ന ഇതുപോലുള്ള 2 ബോൾട്ട് ഇത് നമ്മൾ അഴിച്ചെടുക്കുക. അപ്പോൾ നമ്മളത് കറക്റ്റ് ടൂൾ വെച്ചിട്ട് തന്നെ നമ്മൾ അഴിച്ചെടുക്കണം. സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കൽ രണ്ടാമത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതുപോലെ അഴിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സോളിനോഡിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നമ്മൾ ഊരിയിടും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ലെഗിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ലെഗാണ്. അപ്പോൾ അത് കയറി കിടക്കുന്ന രീതിയിലുള്ള ഒരു ഹുക്കാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ തിരിച്ചാണ് ഇടുന്നത്. അതായത് തിരിച്ച് ഒരു ഉടക്കി കിടക്കുന്ന രീതിയിലാണ് നമ്മളത് ഇടുക. അപ്പോൾ അത് ഊരിയെടുക്കുമ്പോൾ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഇനി മോട്ടറിൻ്റെ ബാക്കിലെ കവർ അഴിക്കുന്നതിന് കവറിൻ്റെ ബോൾട്ട് 2ഉം അഴിച്ചെടുക്കുക. ഇത് അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിന് ബാക്ക് വശത്തെ കവർ ഒരിക്കലും ഊരരുത്. കാരണം വെച്ചാൽ ബാക്ക് വശത്തിൻ്റെ ബ്രഷ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മളിത് ഇതുപോലെ തിരിച്ച് വയ്ക്കുക. അതിനുശേഷം ഫ്രണ്ടിലെ കവർ മാത്രം ഊരിയിടുക. അപ്പം ബാക്കിൽ നമ്മൾ ഒതുക്കി പിടിച്ചതിന് ശേഷം മാത്രം ഊരുക, അല്ലെങ്കിൽ ബാക്ക് വശം കൂടെ ഊരി പോവും. അപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാവും. കണ്ടോ, ഇതുപോലെ ഫ്രണ്ട് വശത്തെ കവർ മാത്രം ഊരിയിടുക. പിനിയൻ സൈഡ് കവർ മാത്രം ഊരിയിടുക. അപ്പോൾ ഈ കവർ ഊരിയെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് പിനിയൻ കാണാം. പിനിയനിൽ ഒരു ഡ്രൈവ് ലിവർ, ഇതാണ് ഡ്രൈവ് ലിവർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു നല്ല ഡ്രൈവ് ലിവറാണ്. ഇതിൻ്റെ അത് ആ ലെഗ് 2 കാലും ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ലെഗിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അടന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. കണ്ടോ, ഇതുപോലെ ഡ്രൈവ് ലിവർ നമ്മൾ
ഇരിക്കുന്ന ഈ ഡ്രൈ ലിവറാണ് ഈ പിനിയനെ ഫ്രണ്ടിലേക്ക് തള്ളുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ കയറ്റിയിട്ടിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നല്ല ലിവറായ കാരണത്തിൽ നമ്മൾ അത് തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. തിരിച്ച് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുവലി പറയുന്ന പോലെ ഇതിൻ്റെ മാർക്കിങ്ങുകളൊക്കെ കറക്റ്റായിരിക്കണം. നമ്മൾ അഴിച്ചെടുത്തപ്പോൾ വെച്ച മാർക്കിങ്ങുകൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം, മാർക്കിൽ വെക്കണം. അതുപോലെ തന്നെ ലൂബ്രിക്കേറ്റിംഗ് പോയിൻറ്റുകളിൽ ഗ്രീസ് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്യണം. അത് സർവീസ് മാനുവലിൽ എങ്ങനെയാണ് പറയുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബോൾട്ട് ഇട്ട് അത് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പുറകിലത്തെ കവറിൻ്റെ ഉള്ള 2 ബോൾട്ടുകൾ നമ്മൾ ഫിക്സ് ചെയ്തു. ഈ മാർക്കിങ് എപ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മൾ അഴിച്ചെടുത്തപ്പോൾ ചെയ്ത മാർക്കിങ് കറക്റ്റാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഫിറ്റ് ചെയ്ത് വീണ്ടും അഴിക്കേണ്ടി വരും. ഇതിന് കയറ്റിയിടുമ്പോൾ ഇതുപോലെ നമ്മുടെ ഡ്രൈ ലിവറിൻ്റെ ഇതിലേക്ക് കറക്റ്റായിട്ട് കയറുന്ന രീതിയിൽ കയറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് ഒന്ന് തിരിച്ചിടേണ്ടി വരും. അത് കയറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ ലോക്ക് ആവുള്ളൂ. നമ്മൾ അഴിച്ചെടുത്തപ്പോൾ കണ്ടതാണ്. ഇത് ലോക്കായി കഴിഞ്ഞാൽ ഇതുപോലെ ഉടക്കി കിടക്കും. നമ്മൾ വലിച്ചു കഴിഞ്ഞാലും പുറത്തേക്ക് ഊരിപ്പോരില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത സോളിനോയിഡ് സ്വിച്ചിൻ്റെ 2 പോയിൻറ്റുകൾ ഇതുപോലെ അലൈൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സ്ക്രൂ നമ്മുടെ ബോൾട്ട് ഇട്ടിട്ട് അതിനെ മുറുക്കുക. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സർവീസ് മാനുവലിൽ ഇതിൻ്റെയൊക്കെ ടോർക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോർക്ക് നോക്കിയിട്ട് അത് ആവശ്യമായ രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ഒന്നുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഇതിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായ ഒരു മോട്ടർ അല്ല ഇത്, എങ്കിലും നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സോളിനോയിഡ് സ്വിച്ച് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 ലീഡ് വയർ എടുത്തു, അത് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തു. അതിലൊരു ലീഡ് വയർ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ബോഡിയെ കണക്ട് ചെയ്തു. അടുത്ത ലീഡ് വയർ നമ്മൾ എം ടെർമിനലായിട്ട് കണക്ട് ചെയ്തു. സോളിനോയിഡ് സ്വിച്ചിൻ്റെ എം ടെർമിനലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു ലീഡ് വയർ കൂടിയുണ്ട്, അത് നമ്മൾ പോസിറ്റീവ് കേബിളിലാണ് കണക്ട് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ എസ് ടെർമിനൽ നമ്മൾ കണക്ട് ചെയ്യും. കണ്ടോ, ഇതുപോലെ കണക്ട് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്പാർക്കിംഗ് ആണ് കാണുന്നത്. കണ്ടോ, നമ്മളവിടെ പവർ കൊടുക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്. നമ്മൾ എം ടെർമിനലിൽ നിന്നും നെഗറ്റീവ് വിടിയിച്ചപ്പോൾ അത് ഹോൾഡായി നിൽക്കുന്നുണ്ട്. എസ് ടെർമിനലിൽ നിന്നും നമ്മൾ പോസിറ്റീവ് സപ്ലൈ വിടിയിച്ച് കഴിഞ്ഞപ്പോൾ അത് റിട്ടേൺ ആവുന്നുണ്ട്. നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് നടത്താം. ഒന്നെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ നമുക്ക് ബോഡിയിൽ നിന്നും ഇതുപോലെ ഡിസ്കണക്ട് ചെയ്യാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് ടെർമിനലുള്ള കണക്ഷൻ വിടിയിച്ചാലും ഇതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാർട്ടർ മോട്ടറിൻ്റെ സോളിനോയിഡ് സ്വിച്ച് ഇൻസ്പെക്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.